ഓക്കെ. നമ്മള് പിന്നെ ഫോർത്ത് മൊഡ്യൂളിലെ അസൈൻമെന്റ് ഞാൻ നിങ്ങളെ ലിൻവേഴ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് അതിലൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ സെക്കൻഡ് സീരീസിന്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കി. അപ്പോൾ കുറേയൊക്കെ എന്താ പറയാ, ഈ ഡിക്റ്റോ കോപ്പി എന്നൊക്കെ പറയില്ലേ, ആരോ ഒരാൾ ട്രൈ ചെയ്യുന്നു, ബാക്കിയുള്ളവർ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കിട്ടുന്നു, അതേപടി എഴുതി നോക്കിയത്. ഈ ഒരു സിസ്റ്റമാണ് ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, യൂണിവേഴ്സിറ്റി എക്സാം നിർബന്ധമായിട്ടും ഉണ്ടാവും. ഓഫ്ലൈൻ മോഡ് തന്നെ ആയിരിക്കും. സപ്ലിമെന്ററി എക്സാം ഒക്കെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കഴിഞ്ഞ 2.5 മാസത്തോളമായി എക്സാം സ്റ്റാർട്ട് ചെയ്തു. സപ്ലിമെന്ററി ഇതുവരെയും ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോയ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ റെഗുലർ എക്സാമും അതേപോലെ തന്നെ വരും. അതുകൊണ്ട് ഈ നടത്തുന്ന എക്സാമുകൾക്കും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾക്കും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബിടെക് 8 സെമിസ്റ്ററുകളിൽ ഏറ്റവും ടഫസ്റ്റ് പേപ്പേഴ്സ് ഉള്ള ഒരു സെമിസ്റ്ററാണ് 7. ഇപ്പോൾ മെക്കാട്രോണിക്സ് ആണെങ്കിലും HMT ആണെങ്കിലും RAC ആണെങ്കിലും മെഷീൻ ഡിസൈൻ ആണെങ്കിലും ഒക്കെ ഒന്നിനൊന്ന് മുട്ടി നിൽക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള ഓട്ടോമൊബൈൽ എല്ലാം എന്താ പറയാ, ഫസ്റ്റ് ടൈം നിങ്ങൾ പാസ്സായിട്ടില്ലേ പിന്നീട് പാസ്സാകാൻ ബുദ്ധിമുട്ടുള്ള പേപ്പറുകളാണ്. അതുകൊണ്ട് വേണ്ടത്ര കാര്യഗൗരവത്തോടു കൂടി പറയുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഭാഗങ്ങളും എടുത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. സീരിയസ് ആയിട്ട് ഇതിനെ കാണാം. അതേപോലെ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. പ്രൊജക്ടിന്റെ സെക്കൻഡ് റിവ്യൂ ഈ വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് ഏതെങ്കിലും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടോപ്പിക്ക് ഫൈനലൈസ് ആയവരൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലരും ലിറ്ററേച്ചർ റിവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ പേഴ്സണലി ചോദിക്കാറുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ ഒരു മിനിമം 4 ജേണൽസ് എങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യാം. ജേണൽസ് മാത്രം ചെയ്യണം എന്നല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് മാഗസിൻസ് പറ്റും, ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് പറ്റും, പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ജേണൽസ്, സയൻസ് ഡയറക്ടർ ജേണൽസ് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ബട്ട് നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ നിന്ന് സമ്മറൈസ് ചെയ്തിട്ട് അത് ഒരു പ്രസന്റേഷൻ മോഡിൽ നിങ്ങൾ അവതരിപ്പിക്കണം. പിന്നെ ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ഇന്നലെ ആരും എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണല്ലോ. അപ്പോൾ നമ്മൾ ഡിസൈനിലൊക്കെ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഡിസൈൻ പ്രൊസീജിയറിൽ ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലേ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് അത് കറണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്തതിന് ശേഷം ഇനി നമ്മളുടെ ഐഡിയയിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കിട്ടി, നമുക്കൊരു ഐഡിയ കിട്ടി. ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ നടത്തിയപ്പോൾ നിലവിലുള്ള മെത്തേഡുകളെ പറ്റിയും ന്യൂലി ഡെവലപ്ഡ് മെത്തഡോളജീസ് ഒക്കെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് ഫോം ചെയ്യണം, ഒരു എയിം ഫോം ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന ഒബ്ജക്റ്റീവ്. ഇനി ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഇനി നമ്മളെ ഓരോ വർക്കും വരേണ്ടത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ പറയുക, സ്പെസിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് ഇനി നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം എന്നുള്ളത്. അതിന് സ്റ്റാഫിന് വേറെ കോൺട്രിബ്യൂഷൻ ഒന്നും തരാനില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ അടുത്ത റിവ്യൂ ആകുമ്പോഴേക്കും വേണം. ദെൻ ലാസ്റ്റ് റിവ്യൂ നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. അതാകുമ്പോഴേക്കും ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ സെമിനാറിന്റെ ഷെഡ്യൂൾ മൊത്തമായിട്ട് മാറ്റാൻ പോവാണ്. ഇനി അങ്ങോട്ട് പിന്നെ വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഇപ്പൊ മറ്റ് ബ്രാഞ്ചുകളൊക്കെ ചെയ്യുന്നത് പോലെ വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമുക്ക് ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ബ്രേക്കോ അല്ല 2.5 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഡെയിലി 2 or 3 പ്രസന്റേഷൻസ് ഉണ്ടാവും. ഓൾറെഡി പ്രസന്റേഷൻ കഴിഞ്ഞവർക്ക് ഇനിയില്ല, പ്രസന്റേഷൻ പെൻഡിങ് ആയവരുടെയും മാറ്റിവെച്ചതൊക്കെ കൂടി ഈ ആഴ്ച തൊട്ട്, ഇന്നിനി എന്തായാലും ഇല്ല, പിന്നെ മറ്റന്നാളെ തൊട്ട് ഉച്ചയ്ക്ക് ശേഷം ഡെയിലി 2 or 3 സ്റ്റുഡൻസിന്റെ പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പ്രസന്റേഷൻ സ്ലോട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? സർ, ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ അത് ശരിക്കും നമ്മൾ ഡിസൈനിന്റെ മെറ്റീരിയൽസ് എല്ലാം പറയണം നേരം.
വേണ്ട വേണ്ട വേണ്ട. ഒബ്ജക്റ്റീവ്, നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാനൊരു വണ്ടി ഉണ്ടാക്കും, ഒരു കാർ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ലേ? ഇന്ന സ്പെസിഫിക്കേഷൻസിലുള്ള, അല്ലെ ഇത്ര സ്പീഡിൽ ഓടാൻ പറ്റുന്ന, ഇത്ര സ്പീഡ് റേഞ്ചിൽ ഓടാൻ പറ്റുന്ന, അല്ലെ ഇത്ര പവർ ഉള്ള, അതിനുള്ള ആ ഒരു റേഞ്ചേ നമ്മൾ സ്പെസിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ അതിന് ഉപയോഗിക്കുന്നത് സ്റ്റീലാണ്, അല്ലെങ്കിൽ എന്താ പറയാ നാനോ ട്യൂബ്സ് ആണ്, അല്ലെങ്കിൽ മറ്റേ നീ ഇപ്പൊ പറഞ്ഞ പോലെ ഇന്ന മെറ്റീരിയൽസ് ആണ് എന്നുള്ളതല്ലല്ലോ. നമ്മള് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് മൊത്തം നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ഔട്ടർ ബോഡി എന്നൊക്കെ പറയാം. അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ഫേസിലാണ് നമ്മൾ പറയുന്നത്. ഡയമെൻഷൻസ് ഒന്നും ഒബ്ജക്റ്റീവിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ട് അന്ന് പറഞ്ഞ മറ്റേ കാറിന്റെ ഒരു ജാക്കിയും അതുപോലെ തന്നെ പഞ്ചർ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിന് മുമ്പ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തി, ഇപ്പോൾ ഉള്ള സിസ്റ്റം ഒക്കെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അതിലൊന്നും നമ്മുടെ ഈ ഒരു ഐഡിയ വന്നിട്ടില്ല. സോ ഇന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, ഇന്ന പുതിയ മെത്തഡോളജീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ച ഐഡിയനെ ഒന്നുകൂടി എനിക്ക് മാറ്റാൻ പറ്റും. കുറച്ചുകൂടി ഒന്ന് അവരുടെ മറ്റേ ലിറ്ററേച്ചർ റിവ്യൂവിൽ കിട്ടുന്ന ഐഡിയാസ് ഒക്കെ നമ്മുടെ ഐഡിയാസിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഫൈനലി ഞാൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇന്ന കാര്യങ്ങളാണ്, അല്ലാതെ അതിന്റെ ഡയമെൻഷൻ ഇത്രയാണെന്നോ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതാണെന്നോ അതൊന്നും ഒബ്ജക്റ്റീവിൽ വരേണ്ടതില്ല. പ്രൊജക്ടിന്റെ ഔട്ടർ ആ ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റീവ് വായിച്ചാൽ മനസ്സിലാവണം ഈ പ്രൊജക്ട് എന്താണ് എന്നുള്ളത്. ഒരു ഡെഫിനിഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അതേപോലെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ അല്ല, അത് നമ്മള് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയാം. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഐഡിയ ഇതായിരുന്നു, ലിറ്ററേച്ചർ റിവ്യൂ പ്രകാരം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സോ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് ലിറ്ററേച്ചർ റിവ്യൂവിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ വെക്കാം. അതിൽ ഡിസൈൻ ഫേസിൽ വരുന്നതാണ്. അതൊന്നും ഒബ്ജക്റ്റീവിന്റെ ഭാഗമായിട്ട് വരുന്നതേ അല്ല. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ പറയാ, ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ടർ ബോഡി, അല്ലെങ്കിൽ നമുക്ക് അത് വായിച്ചാൽ തിരിയണം ഈ പ്രൊജക്ട് എന്താണ് എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഡീറ്റെയിലിംഗ് ഒന്നും ആവശ്യമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ. പക്ഷെ അത് നിങ്ങളുടെ പ്രൊജക്ട് ആയിരിക്കണം. പ്രൊജക്ടിന്റെ മൊത്തത്തിലുള്ള ഒരു റിവ്യൂ എന്നല്ല, അതിനിപ്പോ എന്താ മലയാളം പറയാൻ, ഇപ്പൊ നിലവിലുള്ള ഒരു സംഭവത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നല്ല, എന്തൊക്കെ ഇത് കൊണ്ടുവരുന്നത്, അതൊക്കെയല്ലേ. ഞാൻ ഒന്നുകൂടി ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളെ സൈക്കിള്, പണ്ടത്തെ സൈക്കിളെ ഗിയർ സിസ്റ്റം ഒന്നും ഇല്ലാത്ത. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗിയർ ഉള്ള സൈക്കിൾ ഉണ്ടാക്കലായിരുന്നു എന്റെ ഐഡിയ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഉള്ള കുറെ ജേർണൽസ് ഒക്കെ നോക്കി സൈക്കിളിന്റെ സ്പ്രോക്കറ്റ്സും മറ്റേ ചെയിന് അതേപോലെ പെഡല് അതെല്ലാം അതിനെ പറ്റിയൊക്കെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഗിയർ എന്നുള്ളത് ഒരു സാധ്യമായ ഒരു കാര്യമാണ്, അതായത് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ലിറ്ററേച്ചർ റിവ്യൂ പ്രകാരമൊക്കെ കിട്ടി. അപ്പൊ ഞാൻ ഒബ്ജക്റ്റീവായിട്ട് എന്താ വെക്കുക, ഇപ്പൊ നിലവിലുള്ള ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഒരു ഹില്ലും അതേപോലെ പെട്ടെന്നുള്ള ക്ലൈംബിംഗ് ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർ ഹൗസ് കൊടുത്ത് നമുക്കുള്ള മാനുവൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഗിയർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ബൈസിക്കിളാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് തന്നെയാണ് ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ ഇനി ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ത്രൂ ഔട്ട് പ്രൊജക്റ്റിനെ ഞാൻ കൊണ്ടുപോകുക. അപ്പൊ എന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗിയർ സിസ്റ്റം ഉള്ള ബൈസിക്കിളാണ്. സോ ഗിയർ സിസ്റ്റം, അപ്പൊ ഈ ഗിയർ സിസ്റ്റത്തിന്റെ ഡിസൈൻ ഒക്കെ ഇനി ഉള്ളിലാണ് വരേണ്ടത്. അതായത് നമ്മുടെ പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ മെത്തഡോളജീസിലൊക്കെയാണ് നമ്മൾ ഗിയേഴ്സ്, ഏതൊക്കെ ഗിയേഴ്സ് ഉപയോഗിക്കണമെന്നും അതിന്റെ ഡിസൈൻ, അതിന്റെ ഡയമെൻഷൻസ്, അതിന്റെ മെറ്റീരിയൽ, ഇതൊക്കെ ഈ പ്രൊജക്ടിന്റെ ഉള്ളിലാണ് വരുന്നത്. നമ്മളിപ്പം പ്രൊജക്ടിന്റെ ആ ഒരു ഔട്ടർ പെരിഫറിയാണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി ഒബ്ജക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഫേസിൽ പറഞ്ഞാൽ ഈ സെമ്മിൽ തന്നെ നെക്സ്റ്റ് റിവ്യൂവിന് മുമ്പായിട്ട് മെത്തഡോളജീസും ഈ പറഞ്ഞ ഡിസൈൻ പാരാമീറ്റേഴ്സും ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക ഈ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ പ്രൊജക്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആവും, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങളിപ്പോ ഫസ്റ്റ് എന്തായാലും കുറച്ച് പേരൊക്കെ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു അടുത്ത മൺഡേ തൊട്ട് 7 ദിവസം, മേ ബി മൺഡേ തന്നെ ഉണ്ടാവും. പിന്നെ സ്റ്റാഫിന്റെ അവൈലബിലിറ്റിയും കൂടി, ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ഈ ആഴ്ച തൊട്ട് ഇങ്ങോട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ സ്റ്റാഫിന്റെയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ട് നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് ഏത് ദിവസവും റിവ്യൂ ഉണ്ടാവാം. സോ ലിറ്ററേച്ചർ റിവ്യൂ, ഒബ്ജക്റ്റീവ് ഫോർമുലേഷനൊക്കെ ഈ ആഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗൈഡിന് ചെറിയൊരു റീഷഫ്ലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും, ചില ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ള ചേഞ്ചുകളായിരിക്കും. എന്താണേലും അത് നിങ്ങൾക്ക് അടുത്ത റിവ്യൂവിന് മുമ്പായിട്ട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ലിറ്ററേച്ചർ റിവ്യൂ, അതേപോലെ ഒബ്ജക്റ്റീവ് ജനറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് സമയം അതിന് കളയാനില്ല, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇനി എന്തെങ്കിലും പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, സെമിനാറിന് ഞാൻ പറഞ്ഞു ഷഫിൾ ചെയ്യുവാണ്, അതായത് നമ്മുടെ ഷെഡ്യൂൾ മൊത്തമായിട്ട് പൊളിക്കുകയാണ്. ബുധനാഴ്ച തൊട്ട് ഡെയിലി 2 or 3 സ്റ്റുഡൻസിന്റെ പ്രസന്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. മറ്റു ബ്രാഞ്ചുകളൊക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ ലീവുള്ള ദിവസം ഉച്ചവരെ ഇങ്ങനെ കുത്തിരിക്കേണ്ട ആവശ്യം വരില്ല, നമുക്ക് പരമാവധി വേഗം തീർക്കാം. ചെയ്യുന്ന വൃത്തി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ഒന്നും കിട്ടാതെ ഫസ്റ്റ് ടൈം തന്നെ തീർക്കാൻ പറ്റും. പിന്നെ ചെയ്ത് കഴിഞ്ഞ ഒരു റിപ്പോർട്ടിന്റെ വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ല. ഒരു കാര്യം ചെയ്യാം, ലീൻവേസിലെ സെമിനാർ ആൻഡ് പ്രൊജക്ട് എന്ന് പറയുന്ന സബ്ജക്റ്റില് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് KTU തന്നേക്കുന്ന ഒരു സാമ്പിൾ റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ, അതായത് ചിലതിൽ അത് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ആണോ സെമിനാർ റിപ്പോർട്ടിന്റെ ആണോ അറിയില്ല, എല്ലാത്തിനും സെയിം കോപ്പി തന്നെയാണ്. അപ്പൊ അതൊന്ന് മൊത്തം വായിച്ചിട്ട് അതിനകത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ, സെമിനാർ എന്നുള്ളവർക്ക് സെമിനാർ തന്നെ നിലനിർത്തുക, പ്രൊജക്ട് എന്നുള്ളവർക്ക് മാറ്റുക. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, സിസ്റ്റത്തിലുണ്ട്, ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഓഫ് സം സിസ്റ്റംസ് ആണ്. നമ്മൾ ഓൾറെഡി 2 ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസ്, മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം, മെക്കാനിക്കൽ റൊട്ടേഷൻ സിസ്റ്റം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതൊക്കെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യുന്നവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ സിസ്റ്റം ആയിരുന്നു ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, മൂന്നിനും കറസ്പോണ്ടിങ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവേണിംഗ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനി വീണ്ടും ചോദിക്കുന്നില്ല, ഓർമ്മ വേണം. എക്സാമിന് മേ ബി ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് മാത്രം ചോദിച്ചേക്കാം, 3 മാർക്കിനൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഫ്ലൂയിഡ് സിസ്റ്റം അല്ലെ, ഹൈഡ്രോളിക് സിസ്റ്റം ആൻഡ് ന്യൂമാറ്റിക് സിസ്റ്റം. ഹൈഡ്രോളിക് സിസ്റ്റത്തിലും ന്യൂമാറ്റിക് സിസ്റ്റത്തിലും 3 ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, ദെൻ ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്, ദെൻ ഹൈഡ്രോളിക് ഇനർട്ടൻസ്. സെയിം വേ ന്യൂമാറ്റിക് സിസ്റ്റത്തില് ന്യൂമാറ്റിക് റെസിസ്റ്റൻസ്, ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ്, ന്യൂമാറ്റിക് ഇനർട്ടൻസ് അല്ലെ. ഇതിനും ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പ്രഷറൊക്കെ വെച്ചിട്ടുള്ള പ്രഷർ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ അടുത്ത സിസ്റ്റം ആയിരുന്നു, നമ്മൾ അതുവരെയാണോ പറഞ്ഞത്? തെർമൽ സിസ്റ്റം പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല. ലാസ്റ്റ് സിസ്റ്റം തെർമൽ സിസ്റ്റം. തെർമൽ സിസ്റ്റത്തില് നമ്മൾ ഇതുവരെ പഠിച്ചതിലെല്ലാം 3 ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നത്. ബട്ട് തെർമൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 2 ബിൽഡിംഗ് ബ്ലോക്സ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് തെർമൽ റെസിസ്റ്റൻസ്, സെക്കൻഡ് വൺ thermal capacitance. There are 2 basic building blocks for thermal system, and they are resistance and capacitance. Okay, first one, thermal resistance. നമ്മളിപ്പോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫ്ലോ വരുന്ന ഏരിയയിലേക്ക് നമ്മൾ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് റീപ്ലേസ് ചെയ്യുക. അതേപോലെ തെർമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ്, 2 ടെമ്പറേച്ചറിലുള്ള, അതായത് T1 T2 ആണ് ഇവിടെ പറഞ്ഞത്. There is a net flow of heat between 2 points if there is a temperature difference between them. അത് 2 പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ 2 പോയിന്റ് ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ. ആ ഹീറ്റ് ഫ്ലോയെ നമ്മൾ എന്ത് ലെറ്റർ ആണ് ഡിനോട്ട് ചെയ്യുക? Q എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. HMT-യിലൊക്കെ പഠിച്ച ഹീറ്റ് ഫ്ലോ എന്ന് പറഞ്ഞ Q എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റ് ഫ്ലോ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് T1 T2, അതിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് Q is equal to T1 minus T2 by R. അത് 2 പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഒരു പോയിന്റ് ഇതും ഒരു പോയിന്റ് ഇതും. Is having temperature T1, this is T2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഏതാണോ ഹയർ ഏതാണോ ലോവർ അതിനനുസരിച്ച് ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ. ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും, ദാറ്റ് ഈസ് Q. അങ്ങനെയാണെങ്കിൽ ഈ Q is equal to T1 minus T2 by R. ഇതാണ്
തെർമൽ റെസിസ്റ്റൻസിന്റെ ഗവേണിംഗ് ഇക്വേഷൻ. അപ്പൊ എന്തിനാ റെസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹീറ്റ് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിന്റെ കേസിൽ മെറ്റീരിയലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിന്റെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയൽ എബിലിറ്റി ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അതേപോലെ ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഓപ്പോസിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് തെർമൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ തെർമൽ റെസിസ്റ്റൻസിന്റെ ഒരു ഗവേണിംഗ് ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് Q, ദാറ്റ് ഈസ് ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ 2.1 and 2 is equal to T1 minus T2. T1 is the temperature at the point 1, T2 is the temperature at the point 2, divided by R. This is known as thermal resistance. Okay, thermal resistance. ഇനി നമുക്ക് ഈ തെർമൽ സിസ്റ്റത്തിൽ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ പല മോഡ് ഉണ്ട്. ഏതൊക്കെ മോഡാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളത്? HMT ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് ഏത് മോഡാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. T1 to T2 അല്ലെങ്കിൽ 0.1 to 0.2 ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ജനറൽ ഇക്വേഷൻ T1 minus T2 divided by R. അപ്പൊ ഇനി ഈ T1 to T2 അല്ലെങ്കിൽ 1 to 2 ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കണ്ടക്ഷൻ ആണെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ ആണെങ്കിൽ this R is taken as L by AK. R is equal to L by AK. R is L by AK. ഇപ്പോ ഞാൻ കണ്ടക്ഷൻ ഒരു കണ്ടക്ടിങ് എലമെന്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മെറ്റൽ എന്ത് ആയിക്കോട്ടെ ഒരു എലമെന്റ് എടുത്തിട്ടുണ്ട്. കണ്ടക്ഷൻ ത്രൂ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു എലമെന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻഡ് ആണ് 0.1. ദിസ് ഈസ് 0.2. ഇവിടെ ടെമ്പറേച്ചർ T1, ഇവിടെ ടെമ്പറേച്ചർ T2. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് 0.1 to 2 ലെങ്ത് എന്ന് പറയുന്നത് L. ഈ ഒരു മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A. ദെൻ K എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ കണ്ടക്ടിവിറ്റി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരിക? Q is equal to T1 minus T2 by R. R എന്ന് പറയുന്നതിന് നമ്മൾ L by AK എന്ന് വിളിക്കും. R is equal to L by AK. L is the length of the conductor അല്ലെങ്കിൽ L is the length between 0.1 and 2. A is the cross sectional area of the material. K is the thermal conductivity അല്ലെ. അങ്ങനെയാണെങ്കിൽ Q എങ്ങനെയാ മാറുക? Q is equal to എന്താ ഇക്വേഷൻ? ജനറൽ ഇക്വേഷൻ എന്താ? T1 minus T2 by എന്താ ഇക്വേഷൻ? നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? എന്താ സംഭവിച്ചേ? ഒരു മിനിറ്റ്. കാണാലോ അല്ലേ? ഹലോ. Okay, but നമ്മുടെ general equation, that is Q is equal to T1 minus T2 by R. Then if the mode of heat transfer is conduction, we can take R is equal to L by AK. എന്താണ് L? Length of the conductor or length between the point 1 and 2. A is the cross sectional area of the material. K is the thermal conductivity. Then we can write this equation Q is equal to AK into T1 minus T2 by L. Correct ആണോ? That is T1 minus T2 divided by R ആയിരുന്നു ജനറൽ ഇക്വേഷൻ. ആറിന് പകരം ഞാൻ L by AK എന്ന് ഇവിടെ കൊടുക്കുന്നു. അപ്പം ഈ L by AK യിലെ ഡിനോമിനേറ്ററിലെ AK എന്ത് വരും? മേലേക്ക് വരും അല്ലെ? That is AK into T1 minus T2 by L. This is the general equation for
thermal resistance if the mode of heat transfer is conduction. ഇനി convection ആണെങ്കിൽ, if the mode of heat transfer is convection, then we can write R is equal to 1 by H. 1 by H. Okay. A എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ cross sectional area. Cross section of the material, area of cross section of the material. Then H എന്ന് പറഞ്ഞാൽ എന്താ? HMT സെമ്മിലല്ലേ നിങ്ങൾ പഠിക്കുന്നത്? അല്ല കഴിഞ്ഞ സെമ്മിലാ? കഴിഞ്ഞ സെമ്മില് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ Q എന്താവും? Q is equal to general equation, that is T1 minus T2 divided by R. ഈ R നെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ 1 by AH എന്ന് എഴുതുന്നു. ഈ AH മേലെ പോലെ, that is AH into T1 minus T2. Clear? ഓക്കെ. അപ്പോ പിന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരുന്നു. പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ഇക്വേഷൻ എഴുതാനാണ്. ബട്ട് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് ഇതായിരുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സിന്റെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി അപ്പൊ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഈ ജനറൽ ഇക്വേഷൻ എഴുതണം. ഈ ജനറൽ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യണം. എന്താ, എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യുക? 2 പോയിന്റ് 1 2, ഈ ഒന്നാമത്തെ പോയിന്റിൽ T1, രണ്ടാമത്തെ പോയിന്റിൽ T2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണെങ്കിൽ, ഈ ഒരു മെറ്റീരിയലിലെ ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ, കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത് K. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറയും heat transfer between the point 1 and 2 is equal to change in temperature, that is T1 minus T2 divided by R. This R is known as thermal resistance. Then if the mode of heat transfer is conduction, we can take R is equal to L by AK. Then ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമ്മുടെ പെർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ Q is equal to AK into T1 minus T2 by L. ഇനി ക്വസ്റ്റ്യൻ നിങ്ങളോട് കൺവെക്ഷൻ ആണെങ്കിൽ ആറിന് പകരം we can take R is equal to 1 by AH. Then Q is equal to AH into T1 minus T2. Clear ആണല്ലോ? Then next building block, that is thermal capacitance. Thermal capacitance. Thermal capacitance. Capacitor എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് സ്റ്റോറിംഗ് ഡിവൈസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ട് ഹൈഡ്രോളിക് കപ്പാസിറ്റൻസും ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ് ഒക്കെ. അത് ഒരു ടാങ്കിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി അല്ലെ, നമ്മളൊരു ടാങ്ക് കൺസിഡർ ചെയ്തു, അവിടെ H ഹൈറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തെർമൽ സിസ്റ്റത്തിലെ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്റ്റോർ ഓഫ് ഇന്റേണൽ എനർജി ഇൻ എ സിസ്റ്റം. Internal energy in a system. It is a measure of store of internal energy in a system. Thermal capacitance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്നല്ലേ, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റോറിംഗ് ആണ് അല്ലെ. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ചാർജ് സ്റ്റോറിങ്ങിനെയാണ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അവിടെയും എനർജി ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ആ ഒരു H ഹൈറ്റിലുള്ള വാട്ടർ കോളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നതുകൊണ്ട് അവിടെ നമ്മൾ അതിന് ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു. അതേപോലെ തെർമൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് സ്റ്റോർ ഓഫ് ഇന്റേണൽ എനർജി ഇൻ എ സിസ്റ്റം. ഇഫ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻടു എ സിസ്റ്റം ഈസ് Q1 and the rate of flow out is Q2, then rate of change of internal energy is Q1 minus Q2. നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്, ഒരു തെർമൽ സിസ്റ്റം. ഇവിടെ Q1 റേറ്റിൽ ഹീറ്റ് സിസ്റ്റത്തിലെ അകത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അതേപോലെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് Q2 റേഞ്ചിൽ അല്ലെങ്കിൽ Q2 എമൗണ്ടിൽ ഹീറ്റ് പുറത്തേക്കും ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എത്രയാണ്? ഇവിടെ ഇൻകമിങ് Q1 ആണ്, ഔട്ട് ഗോയിങ് Q2 ആണ്. അപ്പൊ ഇതിനകത്ത് എത്രയാണ് സ്റ്റോർ ചെയ്തത്? ദാറ്റ് ഈസ് Q1 മൈനസ് Q2. അതായത് എന്നോട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറയാം. Q1 ഞാനിവിടെ 10 എന്നെടുക്കുന്നു, Q2 5, അതായത് ഇൻകമിങ് 10ഉം ഔട്ട് ഗോയിങ് 5ഉം. അങ്ങനെയാണ് ഇതിനകത്ത് എത്ര ബാക്കിയുണ്ട്? ദാറ്റ് ഈസ് Q1 മൈനസ് Q2, 10 മൈനസ് 5, ദാറ്റ് ഈസ് 5. അത് തന്നെ ഇവിടെ ഒരു സിസ്റ്റത്തിനകത്തേക്ക്, ഒരു തെർമൽ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനകത്തേക്ക് ഇൻകമിങ് ഹീറ്റ് ഫ്ലോ Q1ഉം ഔട്ട് ഗോയിങ് Q2 ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് Q1 മൈനസ് Q2.
So this change in internal energy increases with the increase of temperature. സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ റേഞ്ച് കൂടുന്നതിനനുസരിച്ച് നമ്മളിപ്പം പറഞ്ഞു ടെമ്പറേച്ചർ റേഞ്ച് കൂടുന്നതിനനുസരിച്ച് ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇന്റേണൽ എനർജിയുടെ എമൗണ്ടും കൂടും. ഇനി ഈ ഒരു ഇന്റേണൽ എനർജിയും ടെമ്പറേച്ചറും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് തെർമൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് Q1 മൈനസ് Q2 is equal to mc into rate of change of temperature, that is mc dt by dt. അത് ടെമ്പറേച്ചർ ചേഞ്ച്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇത് mc എന്ന് പറഞ്ഞാൽ m എന്താ? നമ്മളിവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം ഹാവിംഗ് മാസ് m ആണ്. m is the mass of the system. c എന്ന് പറഞ്ഞാൽ +2 ഫിസിക്സ് ആണ് ഇതൊക്കെ. C is the specific heat capacity, അല്ലേ? ഹലോ 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 ഹലോ, കേൾക്കുന്നില്ലേ പറയുന്നത്? നമ്മളിപ്പോ തെർമൽ കപ്പാസിറ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തെർമൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇപ്പൊ തെർമൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ തെർമൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഓഫ് ഇന്റേണൽ എനർജി ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജിയുടെ സ്റ്റോറേജിനെയാണ് നമ്മൾ തെർമൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുന്നു, അതിൽ ഇൻകമിങ് ഹീറ്റ് ഫ്ലോ Q1 സിസ്റ്റത്തിന് ഔട്ട് പോകുന്നത് Q2 ആണെങ്കിൽ ഈ സിസ്റ്റത്തിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് ദാറ്റ് ഈസ് Q1 മൈനസ് Q2. ഓക്കെ, അപ്പൊ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ ഈ ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി ഈ Q1 മൈനസ് Q2 ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? ആ ഇക്വേഷൻ ആണ് ഈ തെർമൽ കപ്പാസിറ്റൻസിന്റെ ഗവേണിംഗ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഈ സിസ്റ്റത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് dt ബൈ dt, d ക്യാപിറ്റൽ T ബൈ dt. അതും ഈ Q1 മൈനസ് Q2 ഇന്റേണൽ എനർജി ചേഞ്ച് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് Q1 മൈനസ് Q2 is equal to mc into dt by dt. ഈ m എന്ന് പറയുന്നത് മാസ് ഓഫ് സിസ്റ്റം, c എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോ Q1 മൈനസ് Q2 is equal to mc dt by dt, d ക്യാപിറ്റൽ T by dt. ഈ ഇക്വേഷൻ ആണ് തെർമൽ കപ്പാസിറ്റൻസിന്റെ ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ. അത് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇന്റേണൽ എനർജി, സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു mc ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് സിസ്റ്റം. അപ്പോ ഇതാണ് നമ്മുടെ തെർമൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ mc യെ മാറ്റിയിട്ട് ഞാൻ പുതിയൊരു ടേം വിളിക്കുന്നത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ C. ഈ mc എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, കാരണം മാസ് കോൺസ്റ്റന്റ് ആണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതിനെ രണ്ടിനെയും ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ലെറ്റർ വിളിക്കുന്നു ദാറ്റ് ഈസ് C. സോ Q1 മൈനസ് Q2 is equal to C into dt by dt. ഈ C എന്ന് പറയുന്നത് is equal to mc, അല്ലെ? mc നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതിയതാണ്. ഈ ഒരു C അല്ലെങ്കിൽ mc എന്ന് പറയുന്നതിനാണ് നമ്മൾ തെർമൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നേരത്തെ R എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, തെർമൽ റെസിസ്റ്റൻസ്, അല്ലെ? ഇവിടെയുള്ള ഡിനോമിനേറ്ററിലുള്ള R നെ നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചതുപോലെ നമ്മുടെ കപ്പാസിറ്റൻസിൽ C എന്ന് പറയുന്നതിനെ നമ്മൾ തെർമൽ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കും. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to mc. m is the mass of system, C is the specific heat capacities. So what are the building blocks in thermal system എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബിൽഡിംഗ് ബ്ലോക്സ് ആണുള്ളത്, റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. ഡിസ്ക്രൈബിംഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 is equal to C into dt by dt, that is thermal capacitance equation. Then describing equation of resistance, thermal resistance, that is T1 minus T2 by R. ഈ R നമ്മുടെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. R കണ്ടക്ഷൻ ആണെങ്കിൽ R ന്റെ വാല്യൂ എത്രയാ? കണ്ടക്ഷൻ ആണെങ്കിൽ R ന്റെ വാല്യൂ K by L ആണോ അല്ലെ L by AK ആണോ? L by AK. കൺവെക്ഷൻ ആണെങ്കിൽ R ന്റെ വാല്യൂ 1 by H. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ക്യൂവിന്റെ വാല്യൂ മാറും, ക്യൂവിന്റെ ഇക്വേഷൻ മാറും, വാല്യൂ അല്ല ഇക്വേഷൻ മാറും. ദെൻ നമ്മൾ എനർജി കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനർജി സ്റ്റോറിംഗ് ഡിവൈസുകളെയാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇന്റേണൽ എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ദാറ്റ് ഈസ് E is equal to CT. C എന്ന് പറഞ്ഞാൽ എന്താ? E is equal to CT. C നെ എങ്ങനെ എഴുതാം?
thermal capacitance. C is equal to MC അല്ലേ? ആടാ C is equal to MC അല്ലേ? MCT എന്ന് എഴുതി കൂടെ? So energy stored by thermal capacitor, that is E is equal to CT. Okay. ഇത്രയാണ് നമ്മുടെ മാത്തമെറ്റിക്കൽ മോഡലിങ്ങിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ സിസ്റ്റംസ് വരുന്നത്. മെക്കാനിക്കൽ സിസ്റ്റം, മെക്കാനിക്കലിൽ തന്നെ രണ്ടെണ്ണം, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ദെൻ പിന്നെ ഉള്ളത് ഫ്ലൂയിഡ് സിസ്റ്റം, ഫ്ലൂയിഡിലും രണ്ടെണ്ണം. ഏതൊക്കെയാ? ഹൈഡ്രോളിക്, ന്യൂമാറ്റിക്. ഇവിടെയുള്ള ഇപ്പം നമ്മുടെ സിലബസ് നോക്കിയാൽ മതി. മാത്തമെറ്റിക്കൽ മോഡൽസ് ആൻഡ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ജനറൽ മെക്കാനിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൂയിഡ് പറഞ്ഞിട്ടുണ്ട്, തെർമൽ. ഇതിനകത്ത് പിന്നെ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറൽ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, നമ്മളന്ന് പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കാർ വിത്ത് എ ഡ്രൈവർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളതേ വരാൻ സാധ്യതയുള്ളൂ, അതുവരെയേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗത്തുനിന്നൊക്കെ ഫ്ലൂയിഡ്, തെർമൽ, ഇലക്ട്രിക്കലിനൊക്കെ ജസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സിന്റെ പേരും ഗവേണിംഗ് ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി മാത്രമേ ഇതുവരെയും ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മൊഡ്യൂൾ 5ന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ കംപ്ലീറ്റഡ് ആണ്. ഇനി ഇതിനകത്ത് നമ്മുടെ ആ കാറിന്റെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോബ്ലം അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് തരാൻ വിട്ടുപോയതാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മുമ്പായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനിയുള്ള രണ്ട് ഏരിയ ആണ്. ഒന്ന് മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സ്. രണ്ട് പറയാൻ പറ്റില്ല, സിംഗിൾ ഏരിയ ആണ്, പക്ഷെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സ്, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് രണ്ടാമത്തെ ടോപ്പിക്, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിന്റെ രണ്ടാമത്തെ ഏരിയ മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സ്. റോബോട്ടിക്സ് ഡിവൈസിൽ എന്തൊക്കെയാണ് മെക്കാട്രോണിക് അപ്രോച്ച് ഉള്ളത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ CNC ഡിവൈസിൽ അല്ലെങ്കിൽ CNC മെഷീൻസിൽ എന്തൊക്കെയാണ് മെക്കാട്രോണിക് അപ്രോച്ച് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റോബോട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ട് ആണെങ്കിലും അവിടെ കുറച്ച് മെക്കാട്രോണിക് എലമെന്റ്സ് ഉണ്ട് അല്ലെ? മെക്കാട്രോണിക് എലമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഡ്രൈവ് സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. അപ്പോൾ ഒരു റോബോട്ടിന് മൂവ്മെന്റിന് ആവശ്യമായ മോഷൻ അല്ലെ, ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു റൊട്ടേഷൻ മോഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ മോഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രൈവ് സിസ്റ്റം, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. അപ്പോൾ റോബോട്ട്സിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? ഇവിടെയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. DC മോട്ടോർ, AC മോട്ടോർ, ബ്രഷ്ലെസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ. ഇത്രയും സാധനം നിങ്ങൾ S5 ഇലക്ട്രിക്കലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഓഫ് DC, കൺസ്ട്രക്ഷൻ ഓഫ് AC, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രഷ്ലെസ് മോട്ടോർ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, കൺസ്ട്രക്ഷൻ മാത്രമല്ലേ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സെർവോ മോട്ടോർ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ. ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റെപ്പർ മോട്ടോർ 2 തവണ വന്നിട്ടുണ്ട്. സ്റ്റെപ്പർ മോട്ടോറിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ഒരു തവണ സ്പെസിഫിക് ആയിട്ട് എത്ര ഹാവിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയോ ആംഗിൾ ഒക്കെ വെച്ചിട്ട്, എനിക്ക് ഈ ഒരു ഏരിയ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ആധികാരികമായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാൻ കഴിയില്ല, എന്റെ ഒരു ഓർമ്മയിലുള്ള ഞാൻ പറയുന്നതാണ്. സ്റ്റെപ്പർ മോട്ടോർ സ്പെസിഫിക് ആയിട്ട് എന്തോ സ്റ്റെപ്പ് ടേൺസിന്റെ ഡിഗ്രി ഒക്കെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ എക്സാം, അതായത് റെഗുലർ എക്സാം, നിങ്ങളുടെ സീനിയേഴ്സിന്റെ റെഗുലർ എക്സാമിന് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാമിന് ചോദിച്ചാണ് AC സെർവോ മോട്ടോർ, AC സെർവോ മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സപ്ലിമെന്ററിക്ക് ചോദിച്ചത് ബ്രഷ്ലെസ് DC മോട്ടോർ, ബ്രഷ്ലെസ് DC മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇതിനകത്ത് അതേ ചോദിക്കുള്ളൂ, തിയറിയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒരു തവണ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഏരിയന്ന് പ്രോബ്ലം വന്നു. ഏത് മോട്ടോറിന്റെ ഈ ഡ്രൈവ് സിസ്റ്റത്തിന്റെ നിങ്ങൾ S5 പഠിച്ച പോലെയുള്ള പ്രോബ്ലം വന്നിരുന്നു. പക്ഷെ അന്ന് പിള്ളേരുടെ ഭാഗ്യം ഇതില് നമ്മുടെ ആൻസർ കീയില് പ്രോബ്ലം ഔട്ട് ഓഫ് സിലബസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഡാറ്റാസ് വെറുതെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് 6 മാർക്കിനും 7 മാർക്കിനും എങ്ങനെയായിരുന്നു ചോദിച്ച് ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, ബൈ സിലബസ് നിങ്ങളെ ഇതിനകത്ത് തിയറി മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ചാണ്, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. DC മോട്ടോർ, AC മോട്ടോർ, ബ്രഷ്ലെസ് DC, അതേപോലെ സ്റ്റെപ്പർ, സെർവോ മോട്ടോർ. നിങ്ങൾ പഠിക്കാത്ത ഒരു ഡ്രൈവ് സിസ്റ്റം ആണ്, ദാറ്റ് ഈസ് ഹാർമോണിക് ഡ്രൈവ്. ഇത് പഠിച്ചിട്ടുണ്ടോ ഹാർമോണിക് ഡ്രൈവ്? നമുക്ക് നോക്കാം. ഹാർമോണിക് ഡ്രൈവ് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഇത് മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രിക്കലിന്റെ സ്റ്റാഫാണ് എടുക്കുക.
അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് ഇതായിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യില്ല അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇലക്ട്രിക്കലിലെ സ്റ്റാഫ് എടുക്കും. അപ്പൊ നമുക്കിപ്പം അതിന് പുറമേ ഉള്ള ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് ഡ്രൈവ് ആണ്. ഇതിനൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ, റോബോട്ടിക് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ ഹാർമോണിക് ഡ്രൈവ് ഞാൻ എടുക്കാം. ഇതും റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സീനിയേഴ്സിന് സെക്കൻഡ് ഒരു ചാൻസും കൂടി വന്നിരുന്നു. അതായത് റെഗുലർ തന്നെ 2 തവണ അവർക്ക് നടന്നിരുന്നു. ആ ഒരു ഹർത്താലിന്റെ ഒരു വിഷയം വന്നുകൊണ്ട് ആ രണ്ടാമത് നടന്ന എക്സാമിന് ഈ ഹാർമോണിക് ഡ്രൈവ് എസ് എ ക്വസ്റ്റൻ ചോദിച്ചിരുന്നു. സിമ്പിൾ ആണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കും. ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രിക്കൽ സ്റ്റാഫ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റീകോൾ ചെയ്യും. പിന്നെ വരുന്നത് മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സിൽ തന്നെ വരുന്നതാണ്. റോബോട്ടിക്സ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻസറുകൾ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് സെൻസേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ടാക്ടൈൽ സെൻസേഴ്സ് പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്ത ഒന്നാണ് റേഞ്ച് ഫൈൻഡേഴ്സ്. റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദൂരം മെഷർ ചെയ്യാനുള്ള കുറച്ച് സെൻസിങ് എലമെന്റ്സ് ആണ്. അതിൽ വരുന്നതാണ് അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡർ, ലൈറ്റ് ബേസ്ഡ് റേഞ്ച് ഫൈൻഡർ, ഇതൊക്കെ. അപ്പം ഇത്രയാണ് ഇനി ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഹാർമോണിക് ഡ്രൈവ്, പിന്നെ ഉള്ളത് റേഞ്ച് ഫൈൻഡേഴ്സ് ആണ്. ഫോഴ്സ് ആൻഡ് ടാക്ടൈൽ സെൻസേഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം. ഇത്രയാണ് ഇനി ഈ മൊഡ്യൂൾ വരുന്നത്. മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം മോഡലിംഗ്. ഇനിയുള്ളത് പുതിയൊരു ഏരിയ ആണ്. ഇത് ഫസ്റ്റ് ഏരിയ ആയിട്ട് ഒരു ബന്ധവും ഇതിനില്ല. ഇത് പ്യുവർ റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇനി പറയുന്നത്, മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഹാർമോണിക് ഡ്രൈവ്സും അതേപോലെ ഈ സെൻസർ യൂണിറ്റ്സും ഞാൻ പഠിപ്പിക്കാം. ഈ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റാഫിന്റെ ടൈം കൂടി നോക്കിയിട്ട് ചെയ്യാം. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ സീരീസ് എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കിയ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. യൂണിവേഴ്സിറ്റി എക്സാം നിർബന്ധമായും ഉണ്ടാവും, ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ മെക്കാട്രോണിക്സ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ ബുദ്ധിമുട്ടാണ്, കയറിപ്പോലെ.